ടയർ CNG ഓണർ കിട്ടിയില്ല. നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാട്ടാ. ഓക്കെ, അസ്കറിൻ്റെ പേര്. നമസ്കാരം. എടുത്തിട്ട് ഇപ്പോൾ 3 മാസമായി അല്ലേ? എത്ര കിലോമീറ്റർ ഓടി? ഒരു 7,000 കിലോമീറ്റർ. 7,000 കിലോമീറ്റർ. അതുപോലെ CNG ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കയറ്റം കയറാനൊക്കെ ബുദ്ധിമുട്ടെന്നുള്ളതൊക്കെ പറഞ്ഞ് ചില ആളുകൾ പറയുന്നുണ്ട്. അതെന്താണ് നമുക്ക് കയറിയില്ല? വെറുതെ പറയണം. നമ്മൾ കയറ്റങ്ങളൊക്കെ ഒരുപാട് നല്ല ഇതിന് നമ്മൾ ഉപയോഗിച്ചത് സെറ്റപ്പ് തന്നെ നമുക്ക് കയറണ്ട. അതിനേക്കാൾ പെട്രോൾ വണ്ടിയും CNG ആകുമ്പോൾ വലിയ എന്തെങ്കിലും കുറവ് പോലെ തോന്നും. അങ്ങനത്തെ കുറവൊന്നുമില്ല. ഈ CNGക്ക് അത്യാവശ്യം ഈ പെട്രോൾ വണ്ടിയുടെ അതേ പവർ കിട്ടുന്നു. അതായത് ഫീൽ ചെയ്യുന്നില്ല. CNG ആണോ പെട്രോളോ നമുക്കറിയാൻ പറ്റില്ല. പ്രത്യേകിച്ച് പെട്രോൾ ഓടിക്കുന്ന പോലെ തന്നെയാണ് കറക്റ്റായിട്ട് നമ്മൾ ഉപയോഗിച്ചു. വണ്ടി ഉപയോഗിച്ചിട്ട് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. ഈ സർവീസ് എങ്ങനെ 4,000-ലാണോ എങ്ങനെയാണ്? 1,000 സർവീസ് ആയിരുന്നു. നെക്സ്റ്റ് സർവീസ് എപ്പോഴാണ് വരുന്നത്? നെക്സ്റ്റ് 10,000. അത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് കൂടുതൽ മൈലേജ് കിട്ടുന്നവർ പറഞ്ഞിട്ടുണ്ട്. ഒരു കമ്പനി പറഞ്ഞ 33. ഇതിന്റെ കളർ നമ്മൾ സെലക്ട് ചെയ്തെടുത്താണ്. നല്ല ഭംഗിയുണ്ട്. ഈ ബ്ലാക്ക് നമ്മൾ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വെയിറ്റിംഗ് പീരീഡ് കൂടുതൽ അങ്ങനെ 1 മാസത്തോളം ഉണ്ടാവും. മറ്റുള്ള കളറിനെ അപേക്ഷിച്ച് 1 മാസം കൂടുതൽ വേണ്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് ഓടിച്ചു നോക്കാമല്ലോ വണ്ടി. ഇത് വേരിയന്റ് VXi അല്ലേ? ഓക്കെ. നമുക്ക് വരുന്നത് ടച്ച് സ്ക്രീൻ ഉണ്ടാവും, അതുപോലെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ സ്റ്റിയറിംഗ് വീലിൽ നമുക്ക് കൺട്രോൾസൊക്കെ ഉണ്ടാവും അല്ലേ? അതെ. ഓക്കെ. ഇൻറ്റീരിയലൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഓക്കെ, അപ്പോൾ അത്യാവശ്യം ഭംഗിയുണ്ട്. ഇവിടെ ലാമ്പില്ലല്ലേ? അതുപോലെ ഇവിടെ ലാമ്പുണ്ട്. ഓടിക്കുമ്പോൾ വേറെ വ്യത്യാസങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല. പെട്രോളിൻ്റെ സെയിം തന്നെ നല്ല സ്മൂത്താണ്. ഇവിടെ ചാർജിങ് വരുന്നുണ്ടല്ലേ? ഇതൊക്കെ ഒന്ന് കാണിച്ചു കേട്ടോ. ബാക്കിൽ AC വെൻ്റ് ഉണ്ട്, അതുപോലെ ചാർജിങ് പോർട്ട് 2 ഉണ്ട്. ഇവിടെയും ചാർജിങ് വരുന്നുണ്ട്, USB വരുന്നുണ്ട്. ഇതിൽ മറ്റേ കണക്ടിവിറ്റി ഒക്കെ ഉണ്ടോ? ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് അതെല്ലാം ഉണ്ട്. ഓക്കെ. ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ ഉണ്ട്. അത്യാവശ്യം നീറ്റ് ഒരു ഫാമിലിക്ക് പോകാൻ പറ്റിയ അല്ലേ? നല്ലൊരു കാറാണ്. ഡിസ്ക് സ്പേസ് ഉണ്ടല്ലോ. പിന്നെ അതെ, ഡിക്കി സ്പേസും ഉണ്ട്. ഓടിക്കാനൊക്കെ അത്യാവശ്യം കംഫർട്ടാണ്. ഇതിന് മുമ്പ് എൻ്റെ സ്വിഫ്റ്റ് ആയിരുന്നുണ്ടായിരുന്നു. സ്വിഫ്റ്റ് ആയിരുന്നില്ലേ? പെട്രോൾ സ്വിഫ്റ്റ് ആയിരുന്നു. ഓക്കെ. അതിൽ നിന്ന് ഇതിലേക്ക് മാറിയപ്പോൾ എനിക്ക് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ എൻ്റെ ഡെയിലി അടിക്കുന്ന എക്സ്പെൻസ് വളരെ വ്യത്യാസം വന്നു. മൈലേജ് ഇപ്പൊ കിട്ടുന്നുണ്ട്. നമ്മൾ ഡെയിലി ഒരു 600 രൂപക്ക് നമ്മൾ CNG നിറച്ച് കഴിഞ്ഞാൽ നമുക്ക് 4 ദിവസം 5 ദിവസം അത്യാവശ്യം നല്ല രീതിയിൽ ഓടാം. 100-200 അടുത്ത് നമുക്ക് ഓടാൻ പറ്റും. അതെ, 4 ദിവസം കഴിയുമ്പോൾ അടുത്ത ആഴ്ച പെട്രോളായിരുന്നു നമുക്ക് ഡെയിലി എന്ന് പറഞ്ഞാൽ. നമുക്ക് നമ്മളെ എക്സ്പെൻസ് നമ്മളെ മാസമായിട്ടുള്ള നമ്മളെ ഇത് ഫണ്ടെടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര വ്യത്യാസം. എനിക്ക് ഈ പെട്രോളിൻ്റെ ഇതിൻ്റെ കൂളിങ് കുറച്ചും കൂടി കംഫർട്ടായിട്ട് തോന്നുന്നുണ്ട്. നല്ല രസമുണ്ട്. പിന്നെ നമുക്ക് സീറ്റിംഗ് ആയാലും നല്ല വൃത്തിൻ്റെ സുഖമായിട്ടിരിക്കാൻ പറ്റുന്നുണ്ട്. ഈ വണ്ടിക്ക് 4 സ്റ്റാർ റേറ്റിംഗ് ഉണ്ടെന്ന് പറയുന്നില്ല. എങ്ങനെ നമുക്ക് ഓടിക്കുമ്പോൾ ആ കംഫർട്ടും ആ വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ടാവും? 4 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. പിന്നെ എന്ന് വെച്ചാൽ മുമ്പ് എൻ്റെ സ്വിഫ്റ്റ് ആയിരുന്നു, ഞാൻ പറഞ്ഞല്ല. അപ്പോൾ അത് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിന് വെയിറ്റ് ഉണ്ട്. നമുക്ക് ബ്രാക്കിംഗ് ആണെങ്കിലും പക്കണ് സേഫ്റ്റി ഉണ്ട്. അത് 4 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. അപ്പോൾ സേഫ്റ്റി ഉള്ളതുകൊണ്ട് നമുക്ക് കൂടുതൽ ആളുകൾക്ക് ഇപ്പോൾ ഈ ടാറ്റ മാത്രമല്ല മാരുതി കിടക്കുന്നത്. എല്ലാവരും മൈലേജ് മാത്രമേ നോക്കിയിരുന്നുള്ളൂ. മാരുതിൻ്റെ പപ്പടം വണ്ടി ആയിരുന്നു അത്. നല്ലായി മൈലേജ് ഉണ്ട്, കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. താങ്ക് യു. അപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് നന്ദി. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ബൈ.